ഹലോ വെൽക്കം. അപ്പം ഞാനിന്ന് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണിയെ പറ്റി പറയുന്നത് എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വെയിറ്റ് ഒരുപാട് കൂടിയിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് കുറച്ചത് നോക്കാം. ചിലർക്ക് പെട്ടെന്ന് കുറയും, ചിലർ എന്ത് എക്സസൈസ് ചെയ്താലും ഡയറ്റ് ചെയ്താലും ഒന്നും കുറയത്തില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ജേണിയെ പറ്റി പറയാം. ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി. ഞാൻ 95 kg വരെ എത്തിയായിരുന്നു. 95 kg ആയപ്പോഴത്തേന് എനിക്ക് കാല് ഭയങ്കര വേദന തുടങ്ങി, കാല് നിൽക്കാൻ വയ്യ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസായി, നടുവിന് പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡയറ്റ് നോക്കി. പക്ഷെ ഡയറ്റ് നോക്കിയിട്ടും ഒരു 2-3 kg കുറഞ്ഞല്ലാതെ എനിക്ക് പിന്നെ അങ്ങോട്ട് കുറഞ്ഞില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ആദ്യം ഡയറ്റ് നോക്കും, നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് ലോസ് ഉണ്ടാകും. ആ വെയിറ്റ് ലോസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളമാണ് കുറയുന്നത്, അല്ലാതെ നമ്മുടെ ഫാറ്റ്സും കാര്യങ്ങളൊന്നും അധികം കുറയത്തില്ല. അപ്പോൾ എക്സസൈസ് ചെയ്താലും ഡയറ്റും ഒക്കെ നോക്കിയാൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ചിലർ ബോഡിക്ക്. അതെൻ്റെ അങ്ങനത്തെ ഒരു ബോഡിയാണ്. അപ്പോൾ എനിക്കത് കുറഞ്ഞിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു മെൻറ്റർ വഴി ഞാനൊരിത് അറിഞ്ഞ് ഞാൻ അങ്ങനെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 3 months എടുത്തു. 3 months കൊണ്ട് ഞാൻ 73 kg ആയി. 3 months കൊണ്ട് 72 kg ആയി. 3 months കഴിഞ്ഞ് 4 months 3.5 months ആയപ്പോഴത്തേക്ക് ഞാനത് സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഞാൻ ഡെലിവറി കഴിഞ്ഞ് 1 year കഴിഞ്ഞാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 1.5 year കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ പക്ഷേ പെട്ടെന്ന് എനിക്കത് നിർത്തേണ്ടി വന്നു, കുറച്ച് പ്രോബ്ലംസ് കുഞ്ഞിനെ നോക്കേണ്ട കാര്യങ്ങൾ, കുഞ്ഞിന് വേറൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമൊക്കെ വന്നു, ഞാനത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അന്നേരം എനിക്ക് 72-73 ആയിരുന്നു. ഇപ്പോൾ എൻ്റെ BMI വെച്ചിട്ട്, BMI എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ ഹൈറ്റും ഏജും വെയിറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് എത്ര വെയിറ്റ് വരെ നോക്കാമെന്ന്. ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു 68 വരെ എനിക്ക് മാക്സിമം നോക്കാം, 68 കൂടരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബോഡി മാസ് ഇൻഡെക്സ്, നിങ്ങൾക്ക് BMI എന്നും പറഞ്ഞിട്ട് നിങ്ങൾ BMI സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ നിങ്ങൾക്കൊരു ദൂരം അതിന് നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങൾ ഫീമെയിലാണോ മെയിലാണോ, നിങ്ങളുടെ ഏജ് ഇത്രയും കൊടുത്ത് നിങ്ങൾക്ക് എത്ര വരെ, നിങ്ങൾ ഒബിസിറ്റി ഉണ്ടോ, ഓവർ വെയിറ്റ് ആണോ, അതോ അണ്ടർ വെയിറ്റ് ആണോ, അതോ നോർമൽ വെയിറ്റ് ആണോ, എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി അറിയാം നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആണോ, കൂട്ടേണ്ടതുണ്ടോ കുറയ്ക്കേണ്ടതുണ്ടോ എന്നൊക്കെ. അപ്പോൾ അത് കുറയ്ക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറയ്ക്കുക, അല്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. അപ്പോൾ എൻ്റെ BMI വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 58-68 ആണ് എനിക്ക് വരേണ്ടത്. 58 മുതൽ 68 വരെ എത്ര വേണമെങ്കിൽ നിന്നാലും എനിക്ക് പ്രശ്നം. 68 മുകളിലും പോകരുത്, 58 താഴെയും പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ അന്നേരം അത് ഞാൻ നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, 73 അല്ലേ, കുഴപ്പമില്ല. അങ്ങനെ 73 ആയിട്ട് 2-3 years അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 6 months ബിഫോർ ഞാൻ വീണ്ടും അത് വെയിറ്റ് കുറയ്ക്കാൻ, കാരണം മോള് നടക്കാൻ തുടങ്ങി, മോൾക്ക് പ്രോബ്ലം ഇല്ല, വെയിറ്റ് കുറയ്ക്കാൻ നോക്കി. ഞാൻ അങ്ങനെ വീണ്ടും ഞാൻ ഒരു 2 months എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം വീണ്ടും കുറേ പ്രോബ്ലം. പക്ഷേ ആ 2 months കൊണ്ട് ഞാൻ ഈ 72 ആയിരുന്നു, 72 ഞാൻ 68 68 ഓക്കെ. അത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരേണ്ടൊക്കെ പ്രോബ്ലം. അപ്പോൾ ഞാനൊരു വീണ്ടും ഒരു 2 weeks ആയിട്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പം ഞാൻ 68 2 weeks കൊണ്ട് 1 kg കുറഞ്ഞ് 66.75 ആയി. അപ്പം ഡയറ്റും നോക്കുന്നുണ്ട്, എക്സസൈസും നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് എൻ്റേതായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനിങ്ങിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡയറ്റ് പ്ലാൻ നോക്കി നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയി ഇത് കൂടത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഒരു 3 years മുമ്പാണ് ഈ 95 ഞാൻ 72-73 വരുന്നത്. അതെനിക്ക് പിന്നെ കൂടിയിട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഒരു 72 പിന്നെ 3 years കഴിഞ്ഞിട്ട് ഞാനൊരു 3 months വെയിറ്റ് ലോസ് നോക്കിക്കൊണ്ടാണ് ഞാൻ 72 ഇപ്പോൾ 68 ആയിരുന്നു. ഇപ്പോൾ 68 പിന്നെ എനിക്ക് ആ 68 കൂടിയിട്ടില്ല. ഇപ്പം ഞാൻ വീണ്ടും 2 weeks ആയിട്ട് ഞാൻ നോക്കുക, 68 തന്നെയാണ് എനിക്ക്. നമ്മൾ ജസ്റ്റ് അത് നോക്കി കറക്റ്റ് ഡയറ്റ് പ്ലാനിൽ പോയി എന്ന് വെച്ചാൽ ഡയറ്റ് പ്ലാൻ ഞാൻ നല്ലതായിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിഞ്ഞ വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഞാൻ കഴിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ ബോഡി ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ BMI ഇൻഡെക്സ് നോക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ഇൻബോക്സിലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം, എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതും എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബൈ.